ഹലോ ഗൈസ്, കേരളത്തിലെ പൊതുവേദികളിലോ മാധ്യമ ചർച്ചകളിലോ MP എന്ന നിലയിൽ ചർച്ചിക്കാൻ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ MP മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ മേയർ എന്നാൽ തിരുവനന്തപുരത്തെ മേയർ VV രാജേഷും. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ കേരളത്തിൽ പ്രിവൈൽ ചെയ്യുന്ന ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റ് എക്കോ ചേംബറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്കോ ചേംബറിന്റെ പ്രകടമായ ശബ്ദമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അഥവാ ലെഫ്റ്റ് മാധ്യമ സിൻഡിക്കേറ്റ്. ഇവരുടെ പൊതുശത്രു ദേശീയതയുടെ പക്ഷത്ത് നിലകൊള്ളുന്ന സംഘപ്രസ്ഥാനങ്ങളാണ്. ആഗോള തീവ്രവാദിയായ ബിൻ ലാദൻ സ്വന്തം പിതാവാണെന്ന് പറയാൻ ഈ കൂട്ടർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. എന്നാൽ ഒരു BJP നേതാവ് നാടിനായി ഒരു നല്ല കാര്യം ചെയ്തു എന്ന് പറയേണ്ടി വന്നാൽ അവർ ഒരു മാസത്തെ മൗനവ്രതം പ്രഖ്യാപിച്ചു എന്നിരിക്കും. അവരെ സംബന്ധിച്ച് 2014 മുമ്പ് സ്ത്രീകൾക്ക് വെളിക്കിറങ്ങാൻ പോലും സൗകര്യമില്ലാതിരുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ വികസനത്തിന്റെ പ്രതീകങ്ങളും സ്വന്തം വീട്ടുപടിക്കലിന് മുന്നിലൂടെ ഓടുന്ന അതിവേഗ വന്ദേ ഭാരത് തീവണ്ടികളും വിശാലമായ ദേശീയ പാതകളും ഫാസിസത്തിന്റെയും മുരടിപ്പിന്റെയും ചാണക പ്രതീകങ്ങളുമായിരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കുബുദ്ധികൾ ഏറ്റവും അധികം ലക്ഷ്യം വെച്ചതും ഇരയാക്കിയതും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായ ശ്രീ സുരേഷ് ഗോപിയായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ അദ്ദേഹം നേടിയ മിന്നുന്ന വിജയത്തിൽ ഒരു പങ്ക് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്ന ഈ ഒരു മാധ്യമ വിക്ടിമൈസേഷനും ഉണ്ട്. കൂട്ടത്തിലുള്ള ഒരു ചവറ് മാധ്യമം മാത്രം അദ്ദേഹത്തിനെതിരെ ഏകദേശം 100ഓളം പോസ്റ്റുകളാണ് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴിയും ചാനൽ വഴിയും പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് 2 വർഷവും കഴിഞ്ഞിട്ട് ഇപ്പോഴും സുരേഷ് ഗോപിയുടെയും BJPയുടെയും വിജയത്തെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും മറച്ചു പിടിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ വരെ തരം കിട്ടുമ്പോഴൊക്കെ ആക്രമിക്കാനും ഇവരെല്ലാം ഇപ്പോഴും മത്സരമാണ്. 2024 തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ തൃശ്ശൂർ MP സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങളാണ് ഇവറ്റകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ മാത്രമല്ല, CPM കോൺഗ്രസ് അനുഭാവികളും ഒരു പ്രൊപ്പഗാൻഡ എന്നോണം പൊതുജനങ്ങൾക്കിടയിൽ ഒരു നാടകം അന്നു മുതലേ നടത്തിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. എന്റെ അനുഭവം തന്നെ പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയപരമായി യാതൊരു അറിവുമില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പലരും എന്നോട് ഒന്നും അറിയാത്ത പോലെ പാവം ചമഞ്ഞുകൊണ്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആ സമയത്ത് കാണുമ്പോഴൊക്കെ നിങ്ങളുടെ തൃശ്ശൂർ MP ജയിപ്പിച്ചു വിട്ടതിന് ശേഷം ഇപ്പൊ കാണാനേ ഇല്ലല്ലോ അല്ലേ, തൃശ്ശൂരിൽ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലേ, വെറും ഒരു വേസ്റ്റ് ആയിപ്പോയല്ലേ അങ്ങോരെ ജയിപ്പിച്ചു വിട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ഓരോ ചോദ്യങ്ങൾ അന്നോട്ട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം കഴിവില്ലാത്ത ഒരു MP ആണെന്നും BJP ഇനി മേലാൽ ജയിപ്പിച്ചു വിടരുതെന്നും എന്നുള്ള ഒരു നറേഷൻസ് പ്രൊപ്പഗാൻഡ പോലെ അവര് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ബാക്കി 19 MPമാരുടെ പേര് പോലും ഇവർക്കൊന്നും അറിയണ്ടാവില്ല. ഞാനിപ്പോ ഇത്രയും പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അറിയേണ്ടവരൊക്കെ അറിയുന്നുണ്ട്, അർഹതപ്പെട്ടവർക്കൊക്കെ അദ്ദേഹത്തിന്റെ സഹായം ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് 24 ലക്ഷം രൂപ അനുവദിക്കുകയും ടൂറിസം വകുപ്പിൽ തന്നെ ജോലി ചെയ്യുന്ന ആലപ്പുഴയിലെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഓണക്കാലത്ത് മുടങ്ങിക്കിടന്ന ശമ്പളം അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 32 ലക്ഷം രൂപയോളം കടമായി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ ഗാഢനിദ്രയിലായിരിക്കുന്ന മാധ്യമങ്ങൾ അദ്ദേഹം ആ കടം തിരിച്ച് റീംബേഴ്സ് ചെയ്യുമ്പോൾ മാത്രം ഉണർന്ന് ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നും പാവങ്ങളുടെ പണം ഇങ്ങനെ വാങ്ങിക്കാമോ എന്നും ചാനൽ ഡിബേറ്റും അന്തിചർച്ചയും ഒക്കെ നടത്തി ഇവർ കൊഴുപ്പിക്കും. ഒരു മലയാളിയായി പോയി എന്നതിന്റെ ഒറ്റ കാരണം കൊണ്ട് ഈ മാധ്യമ വേഷം കെട്ടൊക്കെ അന്ന് എനിക്കും കാണേണ്ടി വരും എന്നതിലാണ് എന്റെ സങ്കടം.